Hello Makalai, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my husband Vasu. வணக்கம். Part 1, 2 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கல, நான் டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றேன், போய் பாருங்க. இப்போ பார்ட் 3 குள்ள போயிடலாம். இவர் நிறைய தமிழ் படத்துல பாத்துருக்கேன். உங்க ஃபேஸ் கொஞ்சம் ஃபேமிலியரா தான் இருக்கு. No sir. കയ്യില് വന്ന് ചെറിയ സ്പോർട്സ് തട്ടിക്കളഞ്ഞ ദൈവം പോലും കൊടുക്കുകയല്ലടാ. അപ്പോ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണ് മനു ഈ നാടകത്തിന് സമ്മതിച്ചത്. അതെ സാർ, സാർ എന്നെ സഹായിക്കാന്ന് ഉറപ്പ് തന്ന ഞാൻ ഈ നാടകത്തിന് പിന്മാറാം. എന്ത് സഹായം? അത് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ മേഡന്റെ പറഞ്ഞു. അപ്പൊ സാർ എന്നെ സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കണം. അത് ബുദ്ധിമുട്ടാണ്. ഓ, ഇവരുதான் മാത്യു. ഒന്നാമതായി ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തുപോയാളെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുന്നത് ഡയറക്ടറോട് ചെയ്യില്ല. പിന്നെ മനു ഇപ്പൊ പിന്മാറിയ ആ സ്ഥാനത്ത് പ്രിയ മറ്റൊരാളെ കണ്ടത്. ഞാൻ നോക്കിയിട്ട് ഒരു വഴി കാണുന്നു, സഹായിക്കാമെന്ന രീതിയിൽ മുന്നോട്ട് പോവുക. പക്ഷെ കല്യാണം നടക്കരുത്. എന്തെങ്കിലും രീതിയിൽ അത് തള്ളിക്കൊണ്ടുപോകും. അത് നടക്കില്ല സാർ. മേഡം കാര്യങ്ങൾ അതിവേഗം നീക്കുക. നാളെ തന്നെ എന്നെ കൂട്ടി FRR ഓഫീസിൽ പോകാൻ പോവാ. FRR ഓഫീസ് ഫോറിൻ രജിസ്ട്രേഷൻ റീജിയണൽ ഓഫീസ്. So she's acting fast. സാറേ, ആ പിശാച് എപ്പോ എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഒന്നും പറയാൻ പറ്റും. എന്തെങ്കിലും ഒരു തറയിട്ടില്ലെങ്കിൽ നമ്മളെയൊക്കെ കട്ടയപ്പെടണം. മനുവിനെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു വർഷത്തിന് ശേഷം കമ്പനി ഡെപ്യൂട്ടേഷനിൽ ഐ ക്യാൻ സെൻഡ് യു ടു യൂറോപ്പ്. കേട്ടില്ലേ, എന്നെ യൂറോപ്പിലേക്ക് വിടാതെ. എന്നിട്ട് എന്തൊരു സന്തോഷമില്ലാതെ. നിന്നെ ഏതെങ്കിലും യൂറോപ്പിലോട്ടുണ്ടാക്കുന്നത്. പക്ഷെ അതിന് മനു രണ്ട് കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. സാർ, ഒന്ന്, ഈ കല്യാണ രജിസ്ട്രേഷൻ മാക്സിമം ഡിലേ ചെയ്യും. രണ്ട്, കുറച്ച് നാളത്തേക്ക് പ്രിയെ ഓഫീസിൽ മാറ്റുന്നു. എന്തെപ്പോ വലിയ സന്തോഷം. ഇത് രണ്ടും I know this is not an easy task for you. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് സാവകാശം വേണം. അതിന് മനു എനിക്കിത് ചെയ്തു തന്നെ മതിയാവും. നിങ്ങൾ നാളെ മീറ്റ് ചെയ്യുമ്പോൾ ഓഫീസറുടെ പേരറിയാമോ? ഒരു മലയാളിയാ, ടോം ജോർജ്, അങ്ങനെ എന്താ പേര്? ടോം ജോർജ്. जी हमें टॉम जॉर्ज से मिलना है, एक अपॉइंटमेंट है. പോയിട്ടോ. थैंक्स. ധന്യവാദ്, ശുക്രിയ. It's 9:40 punctuality are the Indians. ഇന്ത്യയിൽ പൊതുവെ 10 മണിയാണ് ഓഫീസ് ടൈം. അല്ല, ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫീസിലെ ടൈമാണ് ഞാൻ ഉദ്ദേശിച്ചത്. Listen, അകത്ത് കയറുമ്പോൾ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം. വെറുതെ വായ തുറന്ന് മണ്ടത്തരം മണ്ടത്തരമാ. ஏய், திரும்ப சொல்லக்கூடாது. Frog. Bloody cultureless moron. Yeah, we're just coming for the film festival. Let me see what I can do. Okay. Thanks for that. Thank you very much. Bye. Okay, bye. You came to see me? Sir, Mr. Tom George? Yeah. We have an appointment. Oh, please come. Okay. Tell me, what can I do for you? Sir, I'm Priya S. Nair and he's Manu Verma. ഹലോ. മലയാളികളാണ്. അതെ sir, we are both working in Quadra Infotech. പ്രിയ എസ് നായർ, കോട്ര ഇൻഫോടെക്. ഈ രണ്ട് പേരുകളും വളരെ ഫെമിലിയർ ആണ്. Sir, I'm an Australian citizen. ഞാൻ എന്റെ വിസ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. But you rejected it. നോട്ട് ബൈ മീ, ബൈ ദ ഗവൺമെന്റ്. But why, sir? ഈയിടെ മുംബൈയിൽ നടന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റിക്ക് ശേഷം ഗവൺമെന്റ് ചില നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിസ എക്സ്റ്റൻഷനും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് കരുതി ഇതൊരു പെർമനന്റ് റെസ്ട്രിക്ഷൻ ഒന്നുമല്ല. പക്ഷേ ഈ സമയത്ത് വിസ എക്സ്പയർ ആകുന്നവർ മദർ കൺട്രിയിലേക്ക് പോയിട്ട് തിരിച്ച് റീഅപ്ലൈ ചെയ്യും. ഈ നിയമത്തിന് അയവ് വരുമ്പോ യു ക്യാൻ കം ബാക്ക്. ഇതിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. ഐ ആം സോറി. But sir, my situation is different. Actually, we are getting married. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ I think I'm eligible for a visa extension, right? One second. So, CMO marrying an assistant. ഞാൻ എങ്ങനെ അറിഞ്ഞതല്ലേ? എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടാനായി നിങ്ങളും നിങ്ങളുടെ അസിസ്റ്റന്റും ഫേക്ക് മാരേജ് പ്ലാൻ ചെയ്തു. ഞാൻ CMO, മനു എന്റെ അസിസ്റ്റന്റും ആണെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞങ്ങളുടെ കല്യാണം ഫേക്ക് ആണെന്നുള്ളത് that's a lie, sir. എനിക്ക് അയച്ചിരിക്കുന്നത് ഫ്രം യുവർ ഓൺ കമ്പനി, വൺ മിസ്റ്റർ മാത്യു. Sir, this is a clear case of professional jealousy. അയാൾ ആഗ്രഹിക്കുന്ന CEO പോസ്റ്റ് അടുത്ത് തന്നെ എനിക്കാണ് ലഭിക്കാൻ പോകുന്നത്. I hope you can understand the situation. ഓക്കെ, ഈ ലെറ്ററിന്റെ കാര്യം തൽക്കാലം ഞാൻ കണക്കിലെടുക്കുന്നില്ല. എങ്കിൽ പോലും നിങ്ങളുടെ ഒരു ജെന്യുവൻ മാരേജ് ആണോ എന്ന് എനിക്ക് സംശയം. But why, sir? മിസ്റ്റർ മാനുവിന്റെ ഇരിപ്പ് തന്നെ അതേ ഒന്നും സംസാരിക്കുന്നില്ല. അത് തന്നെയാണ് പറഞ്ഞു വന്നത്. എന്താ മുന്നേ ഒന്നും സംസാരിക്കാത്തത്? അല്ല മേഡം, സാറിനോടൊന്നും മേഡം നേരൊക്കെ മേഡത്തോടെ മുഴുവൻ സംസാരിച്ചത്. അപ്പോ മിസ്റ്റർ മനു സ്വന്തം കാമുകി മേഡം അല്ല, അത് പിന്നെ ഞങ്ങളുടേതായ സ്വകാര്യ നിമിഷങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയങ്ങളിലും ഞാൻ മേഡം എന്നാ വിളിക്കാം. കാരണം ഞങ്ങളുടെ ബന്ധം വളരെ രഹസ്യമാണ്. Yeah, yeah. പിന്നെ ഞങ്ങളുടെ സ്വകാര്യ നിമിഷത്തിൽ ഞാൻ പ്രിയെ തട്ട് കുത്ത് കരള്
Yeah, exactly. മനു അങ്ങനെ ശീലിച്ചു പോയി. സ്നേഹം വരുമ്പോൾ ഞാനതിലും പിശുക്കാണെങ്കില്. പക്ഷേ ഇത്രയും തീവ്ര പ്രണയത്തിലുള്ള നിങ്ങളുടെ പ്രവൃത്തികളും സംസാരവും തമ്മിൽ പൊരുത്തം. അല്ല, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ രണ്ട് അപരിചിതരെ പോലെ അകത്ത് മാറി ഇരുന്നു. അതുകൊണ്ട് പറഞ്ഞതാ. എന്താണിത്? ഒരു മാതിരി കുറ്റവാളികളെ ചോദ്യം ചെയ്യുന്ന പോലെ. ഞാനും പ്രിയയും തമ്മിൽ സ്നേഹത്തിലാണ്. ഞങ്ങളുടെ സ്നേഹം ആത്മാർത്ഥവും സത്യസന്ധവുമാണ്. സാറിനെ സംശയിച്ച് ഞങ്ങളുടെ പ്രണയത്തെ അല്ലേ പ്രിയ? നിങ്ങളുടെ കാര്യത്തിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്ന സാഹചര്യം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം ഉണ്ടാകും. ആ അന്വേഷണത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിയമം ലംഘിച്ചു എന്ന് കണ്ടു സൂപ്പർ. മിസ് പ്രിയയെ ഇന്ത്യ ഗവൺമെന്റ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയായി. പക്ഷേ മനു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് ചീറ്റിംഗിന് ഫ്രോഡിന് ശിക്ഷിക്കപ്പെടും. അയ്യോ. യു വിൽ ഗോ ടു ജയിൽ. Sir, you're threatening my fiancé? No, I am not threatening. I am telling the facts. ഇതിന്റെ സീരിയസ്നെസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ രണ്ട് വീടുകളിലും ഞങ്ങളുടെ അന്വേഷണം അവരുടെ അറിവോടെയാണോ ഇത് നടക്കുന്നതെന്ന് അറിയാം. എക്സ്ക്യൂസ് മീ സാർ, സാറിന് സത്യത്തിൽ എന്താണ് അറിയേണ്ടത്? The truth. I think you are ready for it now. യെസ് സാർ, ഞങ്ങളുടെ പ്രണയവും വിവാഹവും ഒക്കെ സത്യമാണ് സാർ. ഞങ്ങള് വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. വിവാഹശേഷം എന്റെ ഭാര്യയുടെ കീഴിൽ ജോലി ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അതൊരിക്കലും ഞങ്ങളുടെ ഭാവിക്ക് ഗുണം ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ട്. കോട്ടറ ഇൻഫോടെക്കിലെ ഒരു സി ലെവൽ എംപ്ലോയി ആയി എന്നെ ഒരു ബി ലെവൽ എംപ്ലോയി ആയിട്ട് പ്രിയനെ റെക്കമെൻഡ് കഴിഞ്ഞു. അല്ലേ പ്രിയ? ഇവരുടെ പ്ലാന് ഒരു ബി ലെവൽ എംപ്ലോയി ആയി കഴിഞ്ഞാൽ എനിക്ക് പ്രിയയുടെ അസിസ്റ്റന്റ് ജോലി വിട്ട് മറ്റൊരു ഉയർന്ന ജോലിയിലേക്ക് കയറാൻ സാധിക്കും. അതോടെ ഞങ്ങൾ തമ്മിലുള്ള ജോലിയുടെ അന്തരം കഴിഞ്ഞു. പിന്നെ ഞങ്ങളുടെ വീട്ടുകാരുടെ സമ്മതം. പ്രിയയുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ വീട്ടുകാർ അല്പം യാഥാസ്ഥിതരായതുകൊണ്ട് അതുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് അവരുടെ സമ്മതത്തോട് നടത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലെ പ്രിയ? Yes, of course. അതിനുവേണ്ടി ഏറ്റവും അടുത്ത ദിവസം ഞങ്ങൾ എന്റെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലെ പ്രിയ? Oh, is it? Yeah, sure. We're going. ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിയാം. അതാണ് ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം. This is quite a convincing story. But still, I am not convinced. സാറ് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ സാറിന്റെ ഇഷ്ടം. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ്. നിങ്ങളുടെ ജെനുവിൻ മാരേജ് ആണ്. You don't have to worry. Just go ahead. All this. திட்ட போறா வந்து காத்துருவேன், திரும்ப கத்துவான் போ. அவன் இவ்வளவு சொன்னதுக்கே நம்மள அவரு ഓടിട്ടാ ഡ്രൈവർ. അതെ, അവിടെ ഇരുന്നോണ്ട് എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ഈ ലെവൽ എംപ്ലോയിയെ ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പോയെന്ന്. Don't even think about it. ഒരു അവസരം കിട്ടിയപ്പോ മുതലെടുക്കാൻ നോക്കുവല്ലേ? ഇപ്പൊ പാര് എന്തിനിപ്പ നിന്റെ മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, ഞാൻ അവിടെ പൂച്ചപ്പനെ പതുങ്ങിയിരുന്നെങ്കിൽ മാഡത്തിന്റെ പദ്ധതി മുഴുവൻ പൊളിഞ്ഞേനെ. വൃത്തികെട്ടതും ദയനീയമായ മാഡത്തിന്റെ പെർഫോമൻസ് എല്ലാം തകരുമെന്ന് മനസ്സിലായപ്പോ ഞാൻ ഇടപെട്ടു. അതുകൊണ്ട് എന്താ എന്റെ ഗംഭീരവും തന്മയത്വത്തോടുകൂടിയുള്ള അവതരണത്തിൽ ആ സംഭവങ്ങളെല്ലാം തിരിച്ചു പിടിച്ചു. അതിന് നന്ദി പറയുന്നതിന് പകരം എന്നെ ഇങ്ങനെ അഭിഷേകിക്കാം. வரலனாலும் திட்டுவாங்க போல. നിന്റെ പെർഫോമൻസ് ഗംഭീര സമ്മതിച്ചു. പക്ഷേ നീ എന്തിനാ എന്റെ കൈ കീറി പിടിച്ച് അത് നീ അവസരം നോക്കി മുതലാക്കിയതല്ലേ? പിന്നെ അവസരം കിട്ടപ്പോഴൊക്കെ പെങ്ങളുടെ കയ്യിലല്ലേ അയാൾ പറഞ്ഞ് കേട്ടില്ലേ? ഓർത്തിരുന്നപ്പോ അപരിചിതരെ പോലെ തോന്നിയിരുന്നു. മാഡത്തിന്റെ അതുപോലുള്ള പ്രവൃത്തിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട അയാളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ അല്ല, ഇടയ്ക്ക് ഞാൻ കൈമാറ്റം ശ്രമം നടത്തിയപ്പോ മാഡം എന്താ സമ്മതിക്കാതിരുന്നത്? മാഡോ മേഡോ അടുത്ത് വാങ്ങ. ഓക്കേ, അതും സമ്മതിച്ചു. പക്ഷേ ഈ ബി ലെവൽ റെക്കമെൻഡേഷൻ എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ഒരു പാലോട്ട് കഴിഞ്ഞാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അതായത് മാഡത്തിന് ഞാൻ സഹായിക്കുമ്പോ മാഡം എന്നെ തിരിച്ചു സഹായിക്കണം. ആ, നിന്നെ ഞാൻ ജോലി നിന്ന് പിരിച്ചുവിടാതിരിക്കുന്നതാണ് മനസ്സിലായോ? അതല്ലേ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്ത്? നാളെ ഈ നാടകം പൊളിഞ്ഞാൽ മാഡം പൊടി തട്ടി മാഡത്തിന്റെ അച്ഛലേക്ക്, പിന്നെ ഞാൻ ഇവിടെ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. So what? റിസ്ക് കുറച്ച് കൂടുമ്പോഴേ എന്റെ ഡിമാൻഡും കൂടും. അങ്ങനെയാണോ? അങ്ങനെ ഓക്കേ, then I don't want your help. എങ്ങനെ എനിക്ക് നിന്റെ സഹായം വേണ്ടാന്ന്. ഉറപ്പാണോ? ആ, ഉറപ്പ്. ഓക്കെ, വേണ്ടേ വേണ്ട. പിന്നെ ആ കോർട്ടറേറ്റ് ആ പെരിയ വേല. ഞാനത് എപ്പോഴേ എന്നാ പിന്നെ ഞാൻ ഇന്ത്യയിലെ എല്ലാ IT കമ്പനീസിലേക്കും ഇമെയിൽ അയക്കും. നിന്റെ പ്രൊഫൈലും വെച്ച് that you're inefficient, you're dishonest, and you're absolutely അവനാ ഇത് ഒന്ന് சொல்லிடுறாங்க. ഹലോ, ഞാനേ നല്ല കർഷക കുടുംബത്തിൽ ജനിച്ച ഒന്നാന്തര കർഷകനാണ്. എന്റെ കയ്യിലെ തഴമ്പ് കണ്ടു. ഇപ്പൊ തഴമ്പിലായിരിക്കും, പക്ഷെ നാട്ടിലെ കൃഷി ചെയ്താൽ നല്ല തഴമ്പ് വരും. എനിക്ക് തന്നെയാ നല്ലത്. മാഡത്തിന്റെ മനസ്സിലിപ്പോ എന്താന്ന് മനസ്സിലായി? ഈ നാടകത്തില് എനിക്ക് പകരം വേറെ ആളെ കൊണ്ടുവരാൻ നിങ്ങൾ വലിയ ചിന്തയുണ്ടാവും. പക്ഷെ ഇനി ഒന്നും സാധിക്കാൻ പോകില്ല. കാരണം ഇനി മറ്റൊരാളെ കൊണ്ടാവും. ആമാ. So you will come to me. ഞാൻ പാടത്തിൽ ഈ പാവത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. ஆமா இப்ப எப்படி வேற ஆளை கூட்டு போய் இவங்க மேனேஜ் பண்ண முடியும்? Hey, what happened? Hey, nothing. നീ മനു വിളിച്ചല്ലേ?
മനുവിനെ വിളിക്കേണ്ടി വന്നതാണ് നിന്റെ പ്രശ്നം. മനുവിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോകുന്നുള്ളൊരു ഫീലിംഗ്. That's what's disturbing me so much. After all, he's my assistant. നീ എന്നോട് വഴക്കടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. സത്യത്തിൽ അയാൾ ചോദിച്ചാൽ എന്താ തെറ്റ്? ഒരു ബി ലെവൽ എംപ്ലോയി ആകാനുള്ള കഴിവ് മനുവില്ലേ? To be frank, yes. പക്ഷെ എനിക്ക് പ്രൊമോഷൻ ലഭിച്ചാൽ ഞാനായിട്ട് കൊടുക്കാനിരിക്കായിരുന്നു. പിന്നെ എന്താ പ്രശ്നം? ജ്യോതി, ഞാനായിട്ട് കൊടുക്കുന്നതും എന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങുന്നതും തമ്മിൽ there's a lot of difference. മനസ്സിലായി. നീയായിട്ട് കൊടുക്കുമ്പോ കിട്ടേണ്ട നന്ദിയുടെയും ബഹുമാനത്തിന്റെയും സ്ഥാനത്ത് അവന്റെ പിടിക്കൊണ്ട് നേടിയെടുക്കുന്ന അഹങ്കാരം കാണേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ട്. Yeah, something like that. നീ ഈ സില്ലി കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുന്നു. പക്ഷെ എന്റെ ടെൻഷൻ മുഴുവൻ നീ അവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോകുന്നല്ല. Don't worry, ജ്യോതി. ഞാൻ എന്നും തനിച്ചല്ലായിരുന്നു. ഞാൻ ഇതുവരെ ഫേസ് ചെയ്ത എല്ലാ പ്രോബ്ലംസും കമ്പയർ ചെയ്യുമ്പോൾ this is actually nothing. നാളെ എപ്പോഴാണ് വരുന്നത്? നാളെ രാവിലെ വരാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് നടക്കേണ്ടത് അവളുടെ ആവശ്യം. അതുകൊണ്ട് കാണുമ്പോൾ തന്നെ ചാടി ചെയ്തിട്ട് ബഹുമാനിക്കാനൊന്നും നിൽക്കണ്ട. നമ്മളാണുങ്ങളാണ്, നമ്മുടെ ഒരു പിടുത്തം. Okay, I've accepted your demand. മനുവിനെ ഒരു ബി ലെവൽ എംപ്ലോയി ആക്കാനുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഞാൻ നാളെ തന്നെ അയക്കും. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് ശരിക്കും ക്ലാരിറ്റി വേണം, എന്നിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതി. ഓക്കെ, അതാണ് അതിന്റെ ശരി. പിന്നീട് രണ്ടുപേർക്കും മാറ്റി പറയാൻ സാധിക്കില്ലല്ലോ. സാക്ഷികളായിട്ട് ഞാനും ചോദിച്ചു. ചേച്ചി അല്ല, അനിയത്തി, മാഡം. ഇനി വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തടസ്സമൊന്നുമില്ലല്ലോ. സോറി, ഈ ബി ലെവൽ എംപ്ലോയി ആയിട്ടുള്ള ഓർഡർ കൈ കിട്ടിയിട്ട് എനിക്ക് വിവാഹം രജിസ്റ്റർ സാധിക്കുള്ളൂ. പക്ഷെ അതിനൊരു മാസം സമയം എടുക്കും. ആയിക്കോട്ടെ, മാഡത്തിന് 45 ദിവസം സമയമുണ്ടല്ലോ. അതാണേ. മാത്രമല്ല എനിക്ക് വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയും വേണം. അതിന് മനു തന്നെ പോയാ പോരെ? പ്രിയ എന്തിനു വരണം? നിങ്ങൾക്ക് എന്റെ വീട്ടുകാരെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും മുത്തശ്ശി അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞങ്ങളെ. അവരൊക്കെ പഴയ ആൾക്കാരാ. അവർക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് കല്യാണം നയിക്കില്ല. അതിനിപ്പോ ഞാനും കൂടെ വന്നാ അവർക്ക് ദഹിക്കുവോ? അതിന് അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയായിട്ടല്ല ഞാൻ മാഡത്തിനോട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്റെ ഭാര്യയായിട്ട് കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോ അവർ വീട്ടിൽ പോലും കേട്ടില്ല. മറിച്ച് കെട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ല. ബാക്കിയെല്ലാം മാഡത്തിന്റെ കയ്യിലാ. എന്റെ അമ്മയും മുത്തശ്ശിയും പാവങ്ങളാ. അല്പം സ്നേഹത്തോടെ പെരുമാറിയ അവരെ കയ്യിലെടുക്കും. അവര് പറഞ്ഞ അച്ഛൻ എതിർക്കില്ല. പിന്നെ എന്ത് എൻക്വയറി വന്നാലും നമ്മൾ സേഫാണ്. ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ വിചാരിച്ചു. അവർക്കൊക്കെ പ്രിയ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ഡിവോഴ്സിന് സമ്മതിക്കോ? എന്റെയും മാഡത്തിന്റെയും കാര്യം കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉണ്ടായിരുന്നു. കുറച്ച് നാൾ അവരറിയാണ്ട് കൊണ്ടുപോവാം. പിന്നെ ഞാൻ അവരെ മൈറ്റി പറഞ്ഞ ശരിയാക്കിക്കോളാം. ആ കാര്യം ഓർത്ത് നീ വിഷമിക്കണം. മകന്റെ ഭാര്യയ്ക്ക് പരപുരുഷബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഏത് അച്ഛനമ്മമാരും ഡൈവോഴ്സിന് സമ്മതിക്കും. അല്ലേ മാഡം? എപ്പോഴാ പോണ്ടേ? എത്രയും വേഗം പറ്റുകയാണെങ്കിൽ നാളെ തന്നെ. ശരി, എന്നാ പിന്നെ നമ്മുടെ ട്രാവൽ ഏജന്റിനെ വിളിച്ച് കൊച്ചിയിലേക്ക് 2 ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തോളൂ. നമ്മൾ ഫ്ലൈറ്റിനല്ല പോകുന്നത്, നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്. ഹലോ, ഞാൻ എങ്ങനെ പോകുന്നതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നോ, ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്താ മനു ഇത്? യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വഴക്ക് തുടങ്ങിയ ഇതൊന്നും ശരിയാവില്ല. ഇതൊന്നും ശരിയാവില്ല. അങ്ങോട്ട് ചെല്ലുന്നെങ്കിൽ എങ്ങനെ എന്റെ അമ്മയ്ക്ക് മാഡത്തിന് ഇഷ്ടമാവുക? ഈ നിമിഷം മുതൽ മാഡം എന്റെ ബോസല്ല, എന്റെ ഭാര്യയാണ്. അപ്പൊ ആ രീതിക്കുള്ള അനുസരണ ബഹുമാനം എന്നോട് കാണിക്കണം. ആദ്യമായിട്ടാണ് എന്റെ വീട്ടുകാർ മാഡത്തിനെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മാഡം ഒരു സാരി കൊടുത്തിട്ടായിരിക്കും അവരുടെ മുമ്പിൽ ചെല്ലുന്നത്. സാരി? എന്റെ കയ്യിൽ സാരി ഒന്നുമില്ല. ഞാൻ ഇന്നേ വരെ സാരി ഉടുത്തിട്ടുമില്ല. അതിനെന്താ, ഇന്നൊക്കെ വാങ്ങണം. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇനി മുന്നോട്ട് പോകാൻ. നമുക്ക് ചുറ്റും നുണകളുടെ ഒരു വലിയ വേലി തീർത്തുകൊണ്ടാണ് നമ്മുടെ ഈ ആ വേലി വയ്യ വേലി ആവാതിരുന്ന എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തൊരു കാര്യം. നീ എന്തുദ്ദേശിച്ചിട്ട് ഈ പിശാചിനെ കൊണ്ട് വീട്ടിൽ ചെല്ലാൻ പോകുന്നത്? നിന്റെ കല്യാണക്കാരൻ നാട്ടിൽ അറിഞ്ഞാൽ പിന്നെ നിന്റെ ഭാവി എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അതിനാര് നിൽക്കുക നാട്ടില്? എനിക്ക് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യത്തിലെ സെറ്റിൽ ചെയ്യാൻ ഇഷ്ടം. പിന്നെ മാത്യൂസാണ് പറഞ്ഞത് അണ്ണനും കേട്ടല്ലേ. മാഡത്തിനെ കുറച്ചു ദിവസം എങ്ങോട്ടെങ്കിലും മാറ്റി നിർത്തണോ? ഇങ്ങനെ ഒരു നമ്പർ ഇട്ടില്ലെങ്കിൽ ആ പിശാച് എന്റെ കൂടെ വരുമോ? മാത്രല്ല മാഡത്തിന്റെ ഭാര്യയായിട്ട് നാട്ടിൽ കൊണ്ടിട്ടില്ല. മനസ്സിലായി. ഒന്നുമല്ല, നാട്ടിൽ എനിക്കിട്ട് സ്ഥിരം പണി തരുന്ന ഒരാളുണ്ട്. അങ്ങനെക്കിട്ട് ഒരു പണി കൊടുക്കാന്. കൂട്ടത്തിൽ എന്നെ ഇതുവരെ കഷ്ടപ്പെടുത്തി അവളോട് പ്രതികാരവും. ഈ ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ കേട്ടാ ഇത് അണ്ണൻ കരുതുന്ന പോലെ ഞാനത്ര പാവമൊന്നുമില്ല. നാട്ടിൽ ചെന്ന ഇവളെന്റെ തനി സ്വഭാവം അറിയും. ഞാനേ കൂതറയാ, വെറും കൂതറ. ഓഹോ, നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഈ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. അല്ല, ഉഞ്ചരായിട്ടും അറിയുന്നവരെ കാണുന്നില്ല. ഇനി ആ വിശാസിന്റെ മനസ്സെങ്ങാനും മാറ്റി എന്നെ കുറച്ചൊന്നും പറഞ്ഞേക്കല്ലേട്ടാ. അതെ, അവളോട് പ്രതികാരം ചെയ്യും. എന്നെയും കൂടെ ചേർത്തം കൊടുത്തേക്കും. അവസരം കിട്ടിയ ഒന്നും പിടിപ്പിച്ചു. ആ ചെറ്റത്തിൽ ഞാനും ചെയ്യില്ല. എനിക്ക് അമ്മയമ്മകളെ കൊള്ളതാ. പിന്നെ ഈ പീഡന കേസിലെ പ്രതികളൊന്നും അമ്മയും പെങ്ങന്മാരില്ലാത്തവരല്ലേ? உண்மையிலுமே ஒய்ஃபா போறாங்க இவரு பிசன்னு சொல்லிட்டு இருக்காரு. மை பாஸ் ടാക്സി ഇത് ശരിയാവില്ല. സാരി കൊടുത്ത് വരണമെന്ന് പറഞ്ഞിട്ട് ജീൻസ് ഒരുമാതിരി ഉടുപ്പൊക്കെ ഇട്ടിട്ട് അതെ, നിന്റെ വീട്ടിൽ എന്താ വിളിച്ച് നീന്നാ? ഒരു ഭാര്യ ഭർത്താവിന് ഇങ്ങനെയാണോ വിളിക്കുന്നത്? അതെ, ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുന്നത് കാണാൻ മനുവേട്ടന്റെ വീട്ടുകാരെ ട്രെയിനകത്തൊന്നും ഉണ്ടാവില്ലല്ലോ. മനുവേട്ടൻ എടാ, നീ സൂക്ഷിക്കണം. ഇവൾ ഒരുപെട്ടിറങ്ങിയിരിക്കുക. ഈ വിളിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മനുവേട്ടൻ? ഇതൊരു അംഗപ്പുറപ്പാടല്ല എനിക്ക് ബിജിഎം ആക്കിട്ടാங்கപ്പா. തോന്നുന്നു. ചെയ്യാറ്
ഇവിടെ പെട്ടി കിടക്കാനുള്ള പരിപാടിയാ? എന്താണിത്? എന്റെ പെട്ടികളാണ് ഏട്ടാ. ഇത്തരം പെട്ടികളൊന്നും കൊണ്ടാൻ പറ്റില്ല. ഇതുപോലുള്ള വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അതും മന ഇടപെടുന്നത് ശരിയല്ല. ഇല്ല, ഞാൻ ഇടപെടുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോ ഇതിനൊക്കെ കൂടി എന്നോട് ചൊക്കാൻ പറഞ്ഞേക്കാം. ഇല്ല, എന്റെ പെട്ടികളെടുക്കാൻ എനിക്കറിയാം. എനിക്ക് ആദ്യം ഹെൽപ്പ് വേണ്ട. ഓ, എന്നാ വരും, വരിക. ഒരു ഹോളി ട്രിപ്പിന് പോവാന്ന് കരുതിയാൽ മതി. Yeah, okay. പിന്നെ എന്തെങ്കിലും അർജുനെ വിളിക്കണം കേട്ടോ. Sure, I'll call you. കൂട്ടുകാരി പെണ്ണൊന്ന് പറഞ്ഞോളൂ. അവിടെ ഇത് കട സംസാരിച്ച് ആ ശബ്ദത്തിന്റെ മനസ്സിലും മാറേണ്ടത് എല്ലാ പണി அவத்தோட மனசுல பசங்க எப்படி ஒரு பேக்கோட போறானுங்க எங்க போனாலும். இந்த பொண்ணுங்க மட்டும் பாரு, எப்ப பாரு மூட்டை மூட்டையா தூக்கிட்டு போவாங்க. இவர் என்ன ட்ரெயின்ல வந்து இறங்கி ட்ரெயின்ல வைஃபோட போறாரு. மும்பை டு கன்னியாகுமரி. ചേർത്തല. எத்தனை பேக் பாரு. ഇതേതാ സ്ഥലം? ചേർത്തല. ചേട്ടനും ആലപ്പുഴ എന്നല്ലേ നീ പറഞ്ഞത്? നീയാ ഈ നീ വിളി നിർത്തണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു? ഇത് ശരിയാവില്ല. ആ, ഞാനത് ശ്രദ്ധിച്ചോളാം. I'm starving. എനിക്കൊന്നും കഴിക്കണം. കഴിക്കാൻ ஏய் இவரு உனக்கு பிடிக்குமே இவரை ஆடு நோக்கம் வரு. யப்பா മെനു ഉണ്ടോ? അതെ, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ആകെ ഈ 2 സാധനങ്ങളുള്ളോ? എനിക്ക് പുട്ടിന് കിടക്കാൻ മതി. The other one. മറ്റേ അപ്പം മുട്ടക്കറി. Yeah, that one. കടിയിലെന്ന് പറഞ്ഞിട്ട് നമ്മെ മാത്രം Disgusting. എന്താ ഇത്? ആ, അത് മനസ്സിലായി. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പത്. ഇവിടെയുള്ള എല്ലാവരും ഇതൊക്കെ കഴിക്കണേ. ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. Show me your hands. തന്റെ കൈയൊന്ന് കാണിക്കാൻ. ആ, ഈ ഈ കൈകൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വെക്കുന്നത്? നഖത്ത് കേറ്റിത്തൂടെ? ഏയ്, யாருப்பா அது? ഇത് കൊടുത്തിട്ട് ശരിയാവുന്നില്ല. ഇതെന്താണിത്? മീൻ പോലെയാ? ഒരു സാരി ഉടുക്കാൻ അറിഞ്ഞൂടെ? ബോസ് ആണത്രേ, ബോസ്. ചേച്ചി ഒന്നും കൂടെ വരും. ഈ സാരി ഒന്ന് മര്യാദ കുടിപ്പിച്ചോളൂ. ഇല്ല, come on. വരൂ. സോറി, ചെല്ലൂട്ടോ. ഇതൊന്ന് പിടിക്കേ. വാ. അവനെ പിടിച്ച് കൊല്ലോ. ഭൂമി കാലു എത്രയാ? 150. 150. അതെ, 150. അപ്പൊ ഇതെനിക്ക് വിൽക്ക. എന്റെ ചേട്ടാ, ഒരു 2.5 കിലോമീറ്റർ 150 രൂപ. ആ, ഈ തല്ലിപ്പൊളി വഴികളെ ഓടി വന്ന എന്റെ വണ്ടിയുടെ ഷോക്ക് അബ്സോർബർ താൻ തരും. ആ പണി എനിക്കറിയാം. ആ, അപ്പൊ ചിലക്കാതെ എനിക്ക് 150 രൂപ ഇങ്ങോട്ട്. ഞങ്ങളുടെ ഷോക്ക് അബ്സോർവർ ലെവലായി. ഈ വഴി ഇങ്ങനെ തല്ലിപ്പൊളി കിടക്കുന്നത് എന്റെ കുഴപ്പമാണോ? അത് ശരിയാ. ഈ വക സർക്കാരിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ സർക്കാരിന്റെ പറയാനില്ല. അയ്യോ സോറി. കമ്മ്യൂണിസ്റ്റ്. ഞങ്ങൾ ഭരിക്കുമ്പോ മാത്രമേ എന്നെ എത്ര ചോദിച്ചില്ല. മറ്റവന്മാര് ഭരിക്കുന്ന റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ടല്ലോ. ക്ഷമിക്കണം, ഞാനിത് പത്രത്തിൽ വായിച്ച് പറഞ്ഞതാ. അതെ, തന്നെ പോലുള്ള ബൂർഷുകൾ വാങ്ങിക്കുന്ന അത്രത്തിന്റെ കുഴപ്പമാണ്. പക്ഷേ ചേട്ടൻ തെറ്റിദ്ധരിച്ചു. ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം. നിങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ കാണിക്കുന്നതിന്റെ ഓട്ടോറിക്ഷ വേണ്ടി മത്സരം നോക്കുക. വീട്ടിൽ പറയണോ? കണ്ടാൽ അറിഞ്ഞൂടെ? പിന്നെ ഇതിനെ ചോദിക്കണേ. ഏയ്, you? ഞാൻ മനു പറഞ്ഞു. കണ്ടോ ഞാൻ എന്താ ചെയ്യുന്നത്? നോക്കി നിൽക്കാൻ നമുക്ക് സഹായിച്ചൂടെ? അത് ശരിയാ. ഞാൻ എടുത്തോളാം. எங்க வந்து ஆர்டர் போடுறீங்க? இது கேரளா. ആളുകൾ പോയി ഞങ്ങൾക്ക് ഒരു മടിയില്ല, അറിയാലോ. ഈ താല്പര്യം നെല്ല് പോയി നെല്ല് കളിച്ചത് കുട്ടനാട് നിന്ന് രക്ഷപ്പെട്ടെ. എന്താ പറഞ്ഞേ? ലാൽ സലാം സഖാവേ. വിതക്കില്ല, കൊയ്യാൻ പറയും. என்னப்பா ரொம்ப நேரமா டிராவல் பண்ணி வந்துட்டு இருக்கு வீட்டுக்கு? വാ. ബോട്ടിനകത്തുനിന്ന് ഒരു കരച്ചിലായിട്ടല്ലേ? ആ, ഇത് ഞാൻ ഒരാളുടെ കാലിൽ ചവിട്ടി. അതെ, ഇങ്ങനെ താറാവ് നടക്കുന്ന പോലെ നടന്നിട്ട് ஓ കാര്യമില്ല. இன்னும் 2 കിലോമീറ്റർ നടക്കണോ? 2 കിലോമീറ്ററോ? അല്ലേ പറഞ്ഞ ബോട്ട് ഇറങ്ങി 2 വളവ് കഴിഞ്ഞ് അവിടെ എത്തുന്നത്? അതെ, ഓരോ കിലോമീറ്റർ കഴിയുമ്പോ ഓരോ 2 കിലോമീറ്റർ പെട്ടികളെ ചുമന്നോണ്ട് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതല്ല ഞാൻ ബോംബെന്ന് പറഞ്ഞത്. ഇതൊന്നും കെട്ടി എന്നിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന്. ടാക്സി വിളിച്ചാ പോരെ? എന്റെ വീടിന്റെ അടുത്ത് വണ്ടിയൊന്നും ചെല്ലില്ല. വണ്ടി ഒന്നും ചെല്ലാതെ ഏത് പട്ടിക്കാരനാണ് തന്റെ വീട്? ഓ, ദൈവമേ, ഏത് നേരത്താണോ പോയി കാട്ടുജാതിക്കാരനോട്? അല്ല, അത് വഴി, ഇത് വഴി. ആ, എവിടെയെങ്കിലും എന്തെങ്കിലും കാണാം. ഭൂമി ഉരുണ്ടല്ലേ. ஹீல்ஸ் வேற போட்டிருக்காங்கப்பா.
Wow, it's really beautiful. ஆமா ഇതൊക്കെ എന്ത് ബ്യൂട്ടിനെ കാണാൻ കിടക്കണ എളുപ്പാ അല്ലെങ്കിൽ ബാഗ് പിടിച്ചോണ്ട് നിൽക്കാനുള്ള நல்லா இருக்கு. இது எங்க இருக்கு? അതെ ഭാര്യ ഭർത്താവായി അഭിനയിക്കുമ്പോൾ ഭാര്യയുടെ ലഗേജ് എടുക്കാൻ സഹായിക്കേണ്ടത് ഹസ്ബൻഡിന്റെ റെസ്പോൺസിബിലിറ്റി No, 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 no. അതൊക്കെ അങ്ങ് ഓസ്ട്രേലിയ. ഇവിടെ കേരളത്തിൽ ഭാര്യമാരാണ് എല്ലാ ചുമടുകളും. ഇയാൾക്ക് 2 ബാഗിലുള്ളൂ. 2 കുട്ടികളോട് ഉണ്ടായിരുന്നെങ്കിലും ഒന്നിനെടുത്തോ തീർത്ത് വെക്കും. പിടിച്ചു വെച്ചു. ഭർത്താക്കന്മാരെന്ന് പറയുന്നവര് പാറ നയിക്കുന്ന വീരാളിയെ പോലെ ഇങ്ങനെ നടക്കണം. Come on, follow me. ഓടുകുതിര, ചടുകുതിര, വെള്ളക്കുതിര. ഇതാണ് താറാക്കുട്ടി. ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇംഗ്ലീഷിൽ ഡക്ക് എന്ന് പറയും. டக்குன்னு பாரு கொஞ்சம் கூட கருணை இல்லாம ஒரு பேக் கூட தூக்க மாட்டாரு பத்தி அவங்க கூட. என்ன பேச்சு பேசுறாரு ஐயோ இருக்க உயரத்துக்கு யாருகிட்ட ഇതിനൊരു നാട്. அவங்களே ஷார்ட்ஸ் கட் போட்டிருப்பாங்க அவங்களுக்கு எப்படி நாளம் இருக்கும் ஏன் வர்றாங்க? ஐயோ ஐயோ டாஸ்க் இங்கதான் இருக்கு இப்ப உங்களுக்கு. இந்த வீட்டுக்கு நம்ம போலாமா? நல்லா இருக்கு. நல்லா இருக்கு நிறைய ஸ்டேஜஸ் தாண்டி போற மாதிரி இருக்கு. போடா. அப்ப வாங்க ரொம்ப இண்டிபெண்டாவே இருக்கு பாப்பா. ஸ்லிப்பர் மாத்திட்டாங்க பாவங்க. ஐயோ சீன் போட்டா இப்படி பாரு. பாரு. ஐயோ. தேவைதான் പണ്ട് ഇങ്ങോട്ട് നടക്കാൻ ഇത്രയും ദൂരം பாரு കായ് വല്ലാണ്ട് വളർന്നു. ஐயோ பாவம் Oh my god. ഇതാണോ തന്റെ വീട്? Yeah. So, you're rich? No, my father is rich.